സോളാർ വെക്കാനുള്ള തീരുമാനം ഒന്ന്, കറണ്ട് ചാർജ്, അമിതമായുള്ള കറണ്ട് ചാർജ്. എനിക്ക് 2 മാസം കൂടുമ്പോൾ ബില്ല് കിട്ടുന്ന ഏകദേശം 6000 റുപ്പീസിൻ്റെ ബില്ലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാനൊരു 3 കിലോവാട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെയിലി എനിക്കിപ്പം കിട്ടുന്ന, ഞാനിപ്പം ഫോണിൽ എനിക്ക് ഡെയിലി കിട്ടുന്ന യൂണിറ്റിൻ്റെ അറിയാം. അതൊരു ആവറേജ് ഒരു 12-13 യൂണിറ്റ് ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പം മന്ത്ലി എനിക്കൊരു 300 യൂണിറ്റ് കൂടുതൽ ഇപ്പം കിട്ടും. ഇപ്പം നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഏകദേശം എന്തായാലും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് നന്നായിട്ട് കുറയും എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ട് 3 ആഴ്ച ആയുള്ളൂ. ആ 3 ആഴ്ചത്തെ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ 12 യൂണിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. 12-13 യൂണിറ്റ് എനിക്ക് ഡെയിലി കിട്ടുന്നുണ്ട് ഇപ്പോൾ 3 കിലോ വാട്ടിൽ നിന്ന് തന്നെ. മൂപ്പൻസിനെ ചൂസ് ചെയ്യാൻ ഉള്ള പ്രധാന കാരണം, ഞാൻ നേരത്തെ ഒരു കമ്പനി ചൂസ് ചെയ്തിരുന്നു. കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ 6 മാസമായിട്ട് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. മൂപ്പൻസ് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ അവരെന്നെ വിളിച്ചു ചോദിച്ചു എന്നോടൊക്കെ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ പൈസ അടയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതുപോലെ തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മൂപ്പൻസ് യൂസ് ചെയ്യാനുള്ള കാരണം. പെട്ടെന്നുള്ള റെസ്പോൺസ്, നല്ല ക്വിക്ക് റെസ്പോൺസ് ആയിരുന്നു. പെട്ടെന്ന് പൈസ അടച്ച് 10-15 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങി. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് വളരെ ലാഭകരമായിട്ടാണ് തന്നെയാണ് സോഫാർ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള റിലേഷനാണ്. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മറുപടി വരുന്നുണ്ട്. പിന്നെ ഇതിൽ 10-25 ദിവസത്തോളം ടോട്ടൽ എടുത്തതിൽ എനിക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ സ്റ്റാൻഡും കാര്യങ്ങളും ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത്. ബട്ട് അതിന് വന്ന താമസമല്ലാതെ വേറൊരു താമസം മൂപ്പൻസിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടില്ല. ഇന്നിപ്പം കിട്ടിയിരിക്കുന്ന ഈ സോഫാർ ഇത്രയും നേരം കൊണ്ട് 9.6 കിലോ വാട്ട് ആയി കഴിഞ്ഞു. അതായത് 9.6 യൂണിറ്റ് എന്ന് കൺസിഡർ ചെയ്യാം. ഷൈൻ ഫോൺ എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് മോണിറ്റർ ചെയ്യാം ഓരോ ദിവസത്തെയും. അപ്പം ആ രീതിക്കാണ് ഞാൻ മോണിറ്റർ ചെയ്യുന്നത്. അത് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്കറിയാം ഇവിടെ ഷെയ്ഡ് കൂടുതലുള്ള ദിവസമാണെങ്കിൽ ഇപ്പോൾ അധികം സൺഷൈൻ അല്ലെങ്കിലും നമുക്കറിയാം. അതിൻ്റെ ഗ്രാഫൊക്കെ ഇതിനകത്ത് വരുമല്ലോ. ഇത് കണ്ടില്ലേ, ഗ്രാഫ് വരുന്നുണ്ട്. സൗകര്യമാണ്. ഇങ്ങനെയുള്ള തന്നെയല്ല, ഗ്രീൻ എനർജി അല്ലേ, റിന്യൂവബിൾ എനർജിയാണ്. യാതൊരു യൂസും ഇല്ലാതെ പോകുന്ന സൂര്യപ്രകാശം നമ്മൾ യൂട്ടിലൈസ് ചെയ്യല്ലേ. ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാക്സിമം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസൊക്കെ പുറത്ത് തള്ളുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നല്ലതാണ്. ഏറ്റവും ഈ ഹൈഡൽ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ പോലും അതിനെക്കാട്ടി പോലും നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഹൈഡൽ ഇലക്ട്രിസിറ്റിയാണ് ഏറ്റവും ചീപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെക്കാട്ടിൽ, അതായത് അണക്കെട്ടിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും ചീപ്പ് എനർജി. അതിനെക്കാട്ടിലും യൂസ്ഫുള്ളാണിത്. കാരണം അവിടെ മണ്ണ് വന്ന് നമ്മൾ പരിസ്ഥിതിക്കൊക്കെ ദോഷം സംഭവിക്കുന്നില്ല. ഇത് അതൊന്നും ഇല്ലല്ലോ. ഏറ്റവും നല്ല എനർജിയാണ് സോളാർ എനർജി. AC കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പം 2 AC ഓൾറെഡി ഉണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു വെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോലും എനിക്ക് അധികം യൂണിറ്റ് വരുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും പെട്ടെന്നുള്ള റെസ്പോൺസ് കിട്ടുന്ന ഇപ്പം സോളാർ ഇപ്പം ഗവൺമെൻറ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പലയിടത്തും അന്വേഷിച്ചതിന് ശേഷം, ഈവൻ ടാറ്റയൊക്കെ പോലും ഞാൻ അന്വേഷിച്ചിരുന്നു. അതൊക്കെ ഇത് കൂടുതൽ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് മൂപ്പൻസ് സെലക്ട് ചെയ്യാനുള്ള കാരണം. പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂപ്പൻസ് സെലക്ട് ചെയ്യാൻ തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു.